ഇറങ്ങി കേട്ടോ. ഞങ്ങള് മാത്രമേ ഉള്ളൂ, അവരൊക്കെ മുന്നിൽ പോയിട്ടുണ്ട്. ഘട്ടം ഘട്ടമായിട്ടുള്ള വോട്ടിംഗ്. യെസ്, ആദ്യം രണ്ടുപേര് പോയിട്ട് പറയും അവിടെ എങ്ങനെയുണ്ട് ആൾക്കാർ കുറവാണെങ്കിൽ. കാസർഗോഡ് ഇപ്പൊ താഴെയാണ്, പോളിംഗ് കുറവാണ്. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ പോയിട്ട് അത് ബൂസ്റ്റ് ചെയ്യാം. അതെ, നമ്മളെ വീട്ടിൽ എത്ര പേരുണ്ട്? 6, 7, 8 പേരുണ്ട് കേട്ടോ വോട്ട് ചെയ്യാൻ. ഒരുപാട് പോവാണേ. ഇനി അവിടെ എത്തിയിട്ട് എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുക്കാം. വലിയ വലിയ സെലിബ്രിറ്റികൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് മൈസൂരേക്ക് പോകാൻ വേണ്ടിട്ട്. യെസ്, ഞങ്ങളൊരു മൈസൂർ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടുന്ന് അടുത്താണ് കേട്ടോ മൈസൂര്. നമുക്കൊരു എത്ര മണിക്കൂറുണ്ട്? 200 കിലോമീറ്റർ, 4 മണിക്കൂറിനുള്ളിൽ. ഭയങ്കര ചൂടാട്ടോ. ചൂടെന്ന് പറഞ്ഞാല് പിന്നെ ഈ ഒരു ഏരിയയിലായിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ പറഞ്ഞ ബൂത്ത്. അതല്ല, ഇത് തമനത്തെ സ്കൂളിലല്ലേ വെച്ചേക്കുന്നത്. അതെ അതെ, ഇതിങ്ങനെ ആൾക്കാർ ഇങ്ങനെ എത്ര പേര് വന്നു ഇങ്ങനെ നോക്കാൻ അങ്ങനെ ഹെൽപ്പിനൊക്കെ ആൾക്കാർ ഇരിക്കൂലേ. ഇവിടെ അല്ലടി ഇതാ ഞാൻ വോട്ട് ചെയ്തു കേട്ടോ. ഇത് നോക്കി ഹബിയുടെ കാര്യം കേക്കണ. മടിക്കേരി ബോർഡ് കണ്ടപ്പോ പപ്പയ്ക്ക് പെട്ടെന്നൊരു കഥ ഓർമ്മ വന്നു കേട്ടോ. പപ്പയുടെ ഒരു കഥയല്ല, എന്നാ പപ്പയുടെ ഒരു ഓർമ്മ അനുഭവം. ഞങ്ങൾ തേങ്ങയും കൊണ്ട് പോയതാ ഒരുത്തം പറഞ്ഞിട്ട്. ഒരു ഗൗഡം പറഞ്ഞു അവിടെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ തേങ്ങയ്ക്ക് 10 രൂപ 20 രൂപ വില കിട്ടുന്നു. ഞങ്ങൾ ഇവിടുന്ന് 2 രൂപ തോന്നൊരു തേങ്ങയെല്ലാം ആക്കിയില്ല. ചാക്കോച്ചായിട്ട് ജീപ്പും പിടിച്ച് ഒരു ജീപ്പ് തേങ്ങയും കൊണ്ട് പോയി. ജീപ്പാണെങ്കിലോ പകുതി വഴി കിടന്ന് കൂട്ടിങ്ങി പിന്നെ വഴിയിൽ നിന്ന് പെട്രോൾ മേടിച്ച് ഞങ്ങൾക്ക് അവിടെ എത്തിയെല്ലാം കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് ഇവിടെ മടിക്കേരി ചെന്ന് കഴിഞ്ഞപ്പോ താണത്തിട്ട് നിൽക്കാവോ, കിടാ വിറക്കിയല്ലേ. ഇത് കൈ ഇങ്ങനെ ചുറ്റി പിടിച്ചോടത്ത് ബാക്കി ഞങ്ങള് തേങ്ങാക്കായി എന്ന് കാരണം എവിടെ എന്ത് തേങ്ങാക്കായി ഒരെണ്ണം വരുന്നില്ല നമ്മുടെ അടുത്തേക്ക് തേങ്ങാക്കായി. അങ്ങനെ ഒരു ഗൗഡൻ ഉണ്ടായിരുന്നു. ഗൗഡൻ പറഞ്ഞു ഞങ്ങളോട്, എനിക്ക് ചേട്ടായി ഒരെണ്ണം അടിക്കാണ്ട് രക്ഷയില്ല, അടിച്ചു കഴിയുമ്പോ ഞാൻ ഉഷാറാവുന്നു. അതപ്പോ നീ അടിപ്പിച്ച് ഞാൻ മേടിച്ചോണ്ട് കൊടുത്ത് അടിച്ചെല്ലാം കഴിഞ്ഞപ്പോ പിന്നെ ഇവൻ ചുരുണ്ട് കുടിക്കും ഇപ്പൊ ഇരിക്കുക. ഞാൻ വലിച്ച് അടിച്ചവരെ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ഞങ്ങൾ വിറ്റും തീർന്ന് കിട്ടിയ വിലക്കെല്ലാം തീറ്റ്. അപ്പോഴത്തേക്ക് ഒരുത്തം വന്ന് അവിടത്തേക്ക് ദാതാന്മാരുണ്ട്. ദാതാന്മാരൊരുത്തനും ഇങ്ങനെ വന്നൊരു തേങ്ങ, ഒരു വലിയ തേങ്ങ എടുത്ത് റോഡിലേക്ക് ഒരൊറ്റ ഇടല് ഇങ്ങനെ പൊക്കി പിടിച്ചു. ഈ തേങ്ങ തിരിച്ചിങ്ങോട്ട് വന്നത് ഇവൻ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച കൃത്യം ഇവന്റെ മോന്തക്ക് പൊട്ടി ചോര. ഇവൻ തന്നെ തേങ്ങ ഇങ്ങനെ പിടിച്ചേച്ചോ ഇങ്ങനെ കാണിച്ചതാ. തേങ്ങ പൊട്ടുമെന്ന് അവൻ വിചാരിച്ചോ, തേങ്ങ പൊട്ടില്ല, തേങ്ങ അതുപോലെ പൊങ്ങി വന്നു. ഇവനിങ്ങനെ ഉമ്മ വെച്ചത് അത് ഒറ്റ ഇടി ചുണ്ട് പൊട്ടിത്. അതുപോലെ ഞാൻ ഓർത്ത് പിന്നെ എനിക്കോട്ട് തല്ലും ഇവര്. ഇവന്റെ ചുണ്ട് പൊട്ടി ചോരയല്ലേ വരുന്നത്. പിന്നെ നമ്മളൊന്നും ചെയ്തതല്ലോ. അത് പിന്നെ അവിടെ കിടന്ന് അയ്യോ പറയാലോ, ഇവരോട് നമുക്ക് ഒന്നും അവിടെ പറയാൻ പറ്റില്ല. ഭാഷ അറിയാലോ. പപ്പയുടെ ആദ്യത്തെ കച്ചവടം തന്നെ അങ്ങനെ ബിസിനസ് കുറെ പയറ്റിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഞങ്ങള് മുതല് പിടിച്ചു. മുതലും കിട്ടി, ചെറിയ മടിക്കൂലി ഒന്നും നഷ്ടം വന്നില്ല. നഷ്ടം വരാണ്ട് ഒപ്പിച്ചു. ലാശായപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയ്ക്ക് നല്ല സ്ഥലത്ത് കിട്ടി. അടി കൂടെ കിട്ടിയിരുന്ന ബോണസ് ആയി. അടി കൂടെ കിട്ടിയാൽ അത് അവരോട് ഒന്നും നമ്മളവിടെ ഉണ്ടല്ലോ. ഇനി അവരാ തേങ്ങ അവിടെ എടുത്ത് എറിഞ്ഞ് അടിച്ച് പൊട്ടിച്ചിട്ട് പോയി എന്ന് പറഞ്ഞാലും എന്തിനാന്ന് ചോദിച്ചാൽ നമുക്കൊട്ട് അടി കിട്ടും. മടിക്കേരി എത്തിയല്ലേ? മടിക്കേരി ടൗൺ ആയി. നമുക്ക് എവിടെ കൊണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്കോ? വണ്ടി അത് കോളേജ് എല്ലാം കൂടി അതിന്റെ ആ മതിൽ കണ്ടതാ പുറത്ത് നമ്മളിങ്ങോട്ട് വരുന്നില്ല. നീ ജയിലെന്ന് പറഞ്ഞു അതുകൊണ്ട് അങ്ങോട്ടൊക്കെ ടൗണുണ്ടോ? മടിക്കേരി ടൗണോ അല്ലേ? മലയുടെ വണ്ടയാണെങ്കിലും മൈസൂർ, ബാംഗ്ലൂരു, കുശാൽ നഗർ, ഹുൻസൂർ, ഈ 4 സ്ഥലത്തേക്ക് ഇങ്ങനെ പോവാം. വണ്ടി നമ്മൾ അങ്ങനെ ഇവിടെ പാർക്ക് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോയി നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ കാണാൻ വേണ്ടി പോവാട്ടോ. ചെന്നൽപ്പുറ്റോ? ഞാൻ വിചാരിച്ചത് ഗോൾഡൻ ടെമ്പിൾ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഹൈറ്റും അങ്ങനെയുള്ളതൊക്കെ ആണല്ലേ. ഓക്കെ, നമ്മൾ ഓൾറെഡി വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടോ?
ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ, മറ്റേ സ്കൂളിലത്തെ ടൂറിനൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ സുജിത് ഭക്തന്റെ വീഡിയോ കണ്ടിട്ടുള്ളത്, സുജിത് ഭക്തന്റെയും പിന്നെ നമ്മുടെ ഹീബുൾ ചേട്ടൻ്റെ അവർ രണ്ടുപേരുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുള്ളത്. നമ്മൾ മൊനാസ്ട്രിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ട് കയറാം. ഇതിന്റെ ഉള്ളിൽ ഒരുപാട് മോങ്കുകളുണ്ട്. അവർ താമസിക്കുന്ന ഏരിയ ആണ് കേട്ടോ. അവർ ഫാമിലി ആയിട്ട് ഇതിനുള്ളിൽ താമസിക്കുന്നു. അവർ മെയിനായിട്ട് താമസിക്കുന്ന സ്ഥലത്ത് നമുക്ക് വിസിറ്റിംഗ് ഇല്ലല്ലോ. അവിടെ കയറാൻ പറ്റില്ല, അവിടെ കയറി കാണാൻ പറ്റില്ല നമുക്ക്. അല്ലാതെ ജസ്റ്റ് ഇങ്ങനെ ഇതിനകത്തെ ആ ഒരു എന്താ ടെമ്പിൾ അത് കണ്ടോ, അവിടെ പോയി അത് കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ഒരു ടെമ്പിളിന് ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ടിബറ്റൻ മോങ്കുകൾ, ഏകദേശം 5000-ഓളം ടിബറ്റൻ മോങ്സുകൾ താമസിക്കുന്ന ഒരു ഏരിയ ആണിത്. ഇവിടെയാണ് ബുദ്ധിസം ഏറ്റവും കൂടുതലായിട്ട് ഇവർ സ്റ്റഡി ചെയ്യുന്നത് കേട്ടോ. അതായത് ഏറ്റവും കൂടുതൽ ബുദ്ധിസം പഠിപ്പിക്കുന്ന ഏരിയ. ഓക്കെ, ഇതിങ്ങോട്ട് വരുന്ന വഴിക്ക് എനിക്ക് തോന്നുന്നു ആ കാണുന്ന വരുന്ന എൻട്രൻസിലുള്ളതൊക്കെ സ്കൂളും കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിക്കുന്ന ഏരിയ. ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ട് കേട്ടോ, ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. മൊനാസ്ട്രി എല്ലാം കണ്ട് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കണം. വിശക്കുന്നത് അവിടുത്തെ ഫുഡ് അമ്പൂർ ബിരിയാണി കഴിച്ചാലോ? അമ്പൂർ ബിരിയാണി കഴിക്കണം. ഇവിടെ ഒരു വരുന്ന വഴിക്ക് ഞങ്ങൾ അമ്പൂർ ബിരിയാണി എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ടു കേട്ടോ. അപ്പം നമുക്ക് അതൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാം. ഇതിനകത്തേക്ക് എൻട്രി ഫീ ഒന്നും ഇല്ല അല്ലേ? എൻട്രി ഫീ ഒന്നും മേടിച്ചില്ല കേട്ടോ, കാരണം അറിയത്തില്ല ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കയറാനുണ്ടോ. എൻട്രി ഫീ ഇല്ല. വിചാരിച്ചു ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പായിരിക്കും എന്ന് വിചാരിച്ച. തണുപ്പില്ല, ഇവിടെ നല്ല ചൂടാട്ടോ. തണുപ്പായിരിക്കും മീൻസ് ഇത്ര ചൂടുണ്ടാവും വിചാരിച്ചില്ല. പക്ഷെ ഇവിടെ സത്യം അന്നൊക്കെ പറയുമ്പോൾ നല്ല തണുപ്പുണ്ടാകാൻ കാലാവസ്ഥ മാറി. കാലാവസ്ഥ മീൻസ് ഇത് അത്രയും ചൂട് വരുന്നില്ല. അതായാലും മടിക്കേരി കൂർഗ് ആ സ്ഥലത്തൊക്കെ എത്തുമ്പോഴൊക്കെ നല്ല തണുക്കേണ്ട സമയം. അത് വേറെ കാര്യമുണ്ട്, നമ്മൾ വന്ന ടൈമേ ഈ ടൈം ഇത് തന്നെ ആയിരിക്കും. നമ്മൾ ഈ ടൈമിനോട് വന്നിട്ടില്ല, നമുക്കറിയത്തില്ല. അങ്ങനെ ഗോൾഡൻ ടെമ്പിൾ കണ്ടു, അതൊരു ആഗ്രഹമായിരുന്നു അത് കാണണം എന്നുള്ളത് അല്ലേ. ഇതിനടുത്ത് തന്നെയാണ് ഇവർ താമസിക്കുന്നതും എല്ലാ സെറ്റപ്പും ഒക്കെ ഇതിനടുത്ത് റൗണ്ടിൽ തന്നെ വരും. നമുക്ക് ആ എന്താ യോധയല്ലേ, യോധ സിനിമ കണ്ടതിന് ശേഷം നേപ്പാളിലാണ് ഇവരുടെ കൂടുതലും മോണസ്ട്രി കാര്യങ്ങളൊക്കെ ഉള്ളത്. ടിബറ്റ് അല്ലേ? വരുന്നുണ്ട് അടുത്ത് പൈസ പഠിക്കാൻ. എത്ര രൂപയാണെന്ന് എത്ര മോനെ? 50. വലിയ പൈസ 50 രൂപ 5 മിനിറ്റ്. ഓക്കെ, എന്നാ പോവാ. അമ്പൂർ ബിരിയാണി ലക്ഷ്യമാക്കി വിടുകയാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ. ബോർഡ് കണ്ടിന് നല്ല കൊറേ സംഭവങ്ങളും ഉണ്ട്. തുറന്നിട്ടുണ്ട്. എന്റെ പോലെ വലിയ വണ്ടി സാധനം ചെല്ലുമ്പോ കിട്ടുമോ നോക്കിയാൽ മതി. 2 മണിയായി. എന്റെ ഫോൺ എന്റെ ഇപ്പോൾ ഇവിടെ ആട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിക്കുന്ന ഹട്ട് പോട്ട് അമ്പൂർ ബിരിയാണി ഫാമിലി റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ ഇതും കഴിക്കാം ബാ. എനിക്ക് വേറൊരു ബിരിയാണി കൂടെ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടേ, തലപ്പാക്കട്ടി ബിരിയാണി. ഏത് അങ്ങനെ എന്താ ബിരിയാണി അല്ലേ? നമുക്ക് ഇവിടെ ചെന്നിട്ട് ഇത് കഴിക്കാം. നമ്മുടെ അമ്പൂർ ബിരിയാണി വന്നു കേട്ടോ. നല്ല നല്ല സ്മെല്ലല്ലേ. അല്ല പോട്ടിനകത്തായിരുന്നു നമ്മളത് ഉണ്ടാവണ്ടേ അല്ലേ? എന്റെ വായിൽ വെള്ളം വിക്കി. രസമുണ്ട്, എരിവാ അല്ലേ? അതേപോലെ തന്നെ ഇവിടെ സ്പൈസ് മഞ്ഞളാണ് കൂടുതൽ, എല്ലാത്തിലും മഞ്ഞളുണ്ടാവും.
അല്ലേ? കൊച്ചിന് വേറെ കൊച്ചിന് വേറെ എന്തെങ്കിലും മേടിക്കാം. അപ്പോൾ ഇത് നമ്മൾ കഴിച്ചിട്ട് കാണാം കേട്ടോ. ഇനി ചിക്കൻ കഷ്ണമുണ്ട്, അത്യാവശ്യം വലിയൊരു ചിക്കൻ കഷ്ണമുണ്ട്. ചെറുതാടി. അവള് തിന്നട്ടെ ഇച്ചിരി. എടി ഒന്നും കൊടുക്കാതിരിക്കുന്ന എങ്ങനെ? അതിന് കൊതിയില്ലേ? സൂപ്പറാ. അമ്പൂർ ബിരിയാണി എല്ലാം കഴിച്ച് നമ്മൾ ഇറങ്ങിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ബിരിയാണി. നല്ല സ്പൈസി ആണല്ലേ? സോ ഹോട്ടായി ഒന്നും തിന്നാന്നിട്ട് സോ ഹോട്ടായി. ഇങ്ങോട്ട് ആദ്യം വന്നപ്പോ ഊർമിനെ പേടിയായിരുന്നു. ഊർമിനെ കണ്ട ചവിട്ടി കൊല്ലു. നമ്മളിത് എങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ റോഡ് ഇവിടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് കുറച്ച് നമ്മൾ ലേറ്റ് ആയി. അത് മാത്രമല്ല അവിടെ എന്തോ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നോണ്ട് അങ്ങനെയും കുറച്ച് ലേറ്റ് ആയി. കർണാടകയുടെ മണ്ണിലൂടെ ഞങ്ങൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞോണ്ടിരിക്കുക കേട്ടോ. റോഡ് പണിയാണ്, ഫുള്ള് റോഡ് പണി, അതേപോലെ ബ്ലോക്ക്, പിന്നെ ഡ്രൈവിങ്. അതുപോലെ അങ്ങ് ചീറിപ്പാൻ പറ്റുന്നില്ല ആക്ച്വലി അല്ലേ? മമ്മിയും ആമിയും പുറകിലിരുന്നിട്ട് ഞങ്ങൾ ഇവിടെ കുടുങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മമ്മിയോട് ഊട്ടി പോവാന്ന് പറഞ്ഞ മമ്മി പറയാം വീട്ടിൽ പോവാ. നമ്മൾ വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറെ ഞങ്ങൾക്ക് ചുറ്റി തിരിഞ്ഞൊക്കെ വരേണ്ടി വന്നു. ഞങ്ങൾ ലേറ്റ് ആയെന്ന ആമിക്കുട്ടി പറയണേ. പപ്പ പറയുന്നത് മൈസൂർ എത്തിയാ മതി. എല്ലാരും ഉറക്കത്തിലോട്ട് വഴുതി വീഴാൻ വേണ്ടി പോവാം. അതാ അമ്പൂർ ബിരിയാണി ചതിച്ചു. പക്ഷെ നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര സ്പൈസിയാ. മാത്രല്ല ഒടുക്കത്തെ റേറ്റും. അത് പിന്നെ ടൂറിസ്റ്റ് ഇതായതുകൊണ്ട് ആയിരിക്കും എന്ന് വിചാരിക്കാം അല്ലേ? നമ്മൾ മൈസൂർ എത്തി കേട്ടോ. മൈസൂർ സിറ്റിയിലോട്ട് ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ എന്താ പറയാനുള്ള, ഇപ്പൊ വൈകുന്നേരമായി. നമ്മൾ എത്ര മണിക്ക് ഇറങ്ങിയത്? 10 മണിക്കല്ലേ? 10 മണിക്ക് ഇറങ്ങി. ഇപ്പൊ സമയം 5:30 ആയി. അത് ഇടയ്ക്ക് ആ ഒരു ആക്സിഡന്റ് പറ്റി, ആ ഒരു ബ്ലോക്ക് ആയതുകൊണ്ട് ഇച്ചിരി കറങ്ങേണ്ടി വന്നു അല്ലേ? പക്ഷെ സാരില്ല, എത്തി. റോഡും കൊള്ളത്തില്ല. അമ്പ് എന്ന് പറഞ്ഞാൽ അവിടെ തൊട്ട് ഇവിടം വരെ അമ്പ. റോഡ് പണി നടക്കുന്നോണ്ടായിരിക്കും ചിലപ്പോ അല്ലേ? ഇപ്പൊ നമ്മൾ നേരെ പോകുന്നത് ഹോട്ടലിലേക്കാണ്. ഇന്ന് ഹോട്ടലിൽ റൂം എടുത്ത് അവിടെ സ്റ്റേ അടിച്ച് നാളെ രാവിലെ നമുക്ക് ഒരു 3 സ്ഥലങ്ങൾ കവർ ചെയ്യണം. അത് കണ്ട് നേരെ തിരിച്ച് ഇതേപോലെ കുത്തക്കണ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും. ഞങ്ങൾ മൈസൂർ എത്തി കേട്ടോ. മൈസൂർ എത്തിയിട്ട് മൈസൂർ പാക്കും കൂട്ടി ഒരു ചായ കുടിക്കാന്ന് പിന്നെ പറഞ്ഞേ. ഇവിടെ ചായ കിട്ടുമെന്നുള്ള കാര്യം ഡൗട്ടാടി. ഇത് ഹോട്ടല് മറ്റേ കിട്ടുമല്ലേ? ഭയങ്കര ബിസി ആട്ടോ ഇവിടെ. ഓഹോ, സ്ഥലമില്ലാതെ പോകുന്നത്. ഇഷ്ടം പോലെ സ്ഥലമല്ലേ? മുട്ടായി ഉണ്ട്. അത് സ്വീറ്റ് എന്ത് സ്വീറ്റ് അങ്ങനത്തെ സാധനം ഇല്ലേ? ഇതാ അവിടെ അവിടെ സ്ഥലമുണ്ട്, അവിടെ പോയിരിക്കാം. പപ്പയ്ക്ക് ചായ, മമ്മിക്ക് കോഫി. നിനക്ക് കോഫി? ആമിക്കാണ് വേണ്ടേ? മഞ്ഞ വേണ്ടേ? അണ്ണന്മാരെ ഹോട്ടലാട്ടോ. ഫുള്ള് പിന്നെ പ്യൂർ വെജാന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? മൈസൂർ പാക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു വട മേടിക്കാന്ന്. നല്ല സൂപ്പർ വട കേട്ടോ. അടിപൊളി. നമ്മുടെ കോഫി വന്നു കേട്ടോ. നല്ല അടിച്ച കോഫിയാണ്. ഫൈനലി നമ്മൾ റൂമിലെത്തിട്ടോ. മൈസൂരിൽ നമ്മൾ എടുത്തേക്കുന്ന റൂം ഇതാണ്. നമ്മളൊരു ഫാമിലി റൂം എടുത്തേക്കുന്നത്, കുഞ്ഞു ഫാമിലി റൂം. ഈ റൂം ഞാൻ എടുക്കാനുള്ള ഒരു കാര്യം കാണിച്ചതാണ്. ഇതേട്ടാ നമ്മുടെ ഈ പള്ളി നോക്കിങ്ങനെ കാണാം. ഒരു ചെറിയൊരു ബാൽക്കണി ഉണ്ട് ഇവിടെ. നാളെ രാവിലെ പോയിട്ട് ആ പള്ളിയുടെ ബ്യൂട്ടിയൊക്കെ കാണാം. അതെ, നമ്മൾ ജസ്റ്റ് ഈ മൈസൂര് ഈ ഒരു ചർച്ച്, അതുപോലെ തന്നെ മൈസൂർ പാലസ് അല്ലേ, ചാമുണ്ഡി ഹിൽസ്. ആക്ച്വലി ചെറിയൊരു റൈഡ് ഇറങ്ങിയതാണ്. അതെ, 100 കിലോമീറ്റർ. നമ്മളെ വണ്ടി പാർക്ക് ചെയ്തോടി താഴെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പണ്ടേ ഞാൻ ഈ പള്ളി വന്നിട്ടുണ്ട്. ഞാൻ വർഷങ്ങൾക്ക് മുന്നേ ഈ പള്ളി വന്നിട്ടുണ്ട്. ഒരു 10 വർഷങ്ങൾക്ക് മുന്നേ. അതിന് മുകളിലായി. 2015 ഒരു 5, 10, 15 വർഷമായി തോന്നുന്നു. ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ ടൂറില്.
ഞാൻ +2 പഠിച്ചു കഴിഞ്ഞ കാലം. +2 കഴിഞ്ഞ, അതായത് 2011. എന്തോ സ്കൂളില് അധികം കഥകൾ പറയുന്നില്ല. നമുക്ക് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നില്ല. നാളത്തെ ടൂറും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നുള്ളൂ. ഒരു കുഞ്ഞ് ഫാമിലി ട്രാവൽ വ്ലോഗ് കേട്ടോ. അതെ അല്ലേ? പിന്നെ ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. എന്റെ ഈ ഷർട്ട് എങ്ങനെയുണ്ട്? ഇത് ഭയങ്കര പിന്നെ പറയുന്നത് അപ്പാപ്പന്മാരെ ഷർട്ടാണ് പറയുന്നത്. 3000 രൂപ അടുത്ത് മേടിച്ച. നിങ്ങൾ കമന്റ് ഗൈസ്. ഞങ്ങൾ ഇവിടുന്ന് ചാമുണ്ടി ഹിൽസ് കാണാൻ വേണ്ടി പോവാം. അപ്പൊ നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ചു കേട്ടോ. കാരണം നമ്മളെ വണ്ടി ഇവിടെ ഓടിച്ചുകൊണ്ട് നടക്കുന്ന ചെറിയ കാര്യമൊന്നും അല്ല, അതുപോലെ ട്രാഫിക് കേട്ടോ. പിന്നെ ഓട്ടോയിൽ കയറിയിട്ട് ഒരുപാട് നാളായി. പിന്നെ ഇവന്മാരാണെങ്കിൽ അടിപൊളിയായിട്ട് എടുക്കും, നന്നായിട്ട് ഇതിനിടയിൽ കൂടെ ചീറിപ്പായി. പിന്നെ ആമീനെ കൈയൊന്നും പുറത്തിട്ടല്ല. बारिश आने आके गया, इसीलिए बंद किया मैंने। नहीं तो ओपन करोगे तो ओपन कर देता हूँ। ബച്ചാ ഇവിടെയൊക്കെ ഹിന്ദി അറിയുന്നോണ്ട് പിടിച്ചേക്കാണ്. ഇവിടെ ഈ പള്ളിയുണ്ട്. നാളെ രാവിലെ നമുക്ക് ഈ പള്ളി കാണാൻ വേണ്ടി വരണം. അഭി ഇതേ ഓട്ടോയുടെ ഫ്രണ്ടിലൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ മോനെ. കൊറേ വർഷമായില്ല അഭി ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട്. ഞങ്ങള് പോവാനോ? ആമി ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട്. ഞങ്ങളതേ എത്തി കേട്ടോ. ഡ്രൈവിങ് അടിപൊളിയായിരുന്നു അല്ലേ? എന്റെ മോനെ പേടിച്ച് കുറച്ച് പോയി. നോക്കി നടക്കണേ. നമ്മളിപ്പോ ടെമ്പിളിലോട്ട് പൊക്കോണ്ടിരിക്കുവാണ് കേട്ടോ. ചുറ്റും നല്ല അടിപൊളി ഷോപ്പിംഗ് ഏരിയ ആണല്ലേ, കടകളാണ് മൊത്തം. ഇതുണ്ടോ, ടോയ്സ്, ഫാൻസി ഐറ്റംസ് എല്ലാം ഉണ്ട്. ആമി ആണെങ്കിൽ എല്ലാ ടോയ്സും കണ്ടിങ്ങനെ. ആമി ഇത്രയും ടോയ്സ് കട ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ ആമി? ഒറ്റ നിരയില്. ഇവിടെ ഉണ്ടാവുമായിരിക്കും ചിലപ്പോ മറ്റേ ഇത്. ഇത് ആണോ? അത് തുണിക്കട വരെ ഉണ്ടേ. ഇത് നമ്മളെ മാഹി പള്ളിയിലൊക്കെ പെരുന്നാൾ വരുമ്പോ. പക്ഷെ ഇവരിത് സ്ഥിരമായിട്ടുള്ളതല്ലേ ഇവിടെ? ഇതിവിടെ സ്ഥിരമായിട്ടുള്ളതാണ്. ടെമ്പിൾ എടുത്തിട്ടോ, ആ കാണുന്ന ടെമ്പിൾ. നമ്മള് തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് ഇതെല്ലാം ക്ലോസ് ചെയ്യും. ഇവിടെ ഇതാ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. പൂജയ്ക്കൊക്കെ ഉള്ള അത് അവിടെ ഉണ്ടായിരുന്നു മൈസൂർ പാക്ക്. ഇപ്പുറത്ത് ഫ്രീ എൻട്രിയാ. പുറകെ കാണുന്നതാണ് കേട്ടോ ചാമുണ്ടേശ്വരി ടെമ്പിൾ. അപ്പൊ നമ്മൾ അവിടെ വന്നിരിക്കുവാണ്. ചാമുണ്ടി ഹിൽസിലാണ് ചാമുണ്ടേശ്വരി ടെമ്പിൾ ഉള്ളത്. അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് താഴോട്ട് നല്ല ടൗണിന്റെ, അതായത് മൈസൂർ ടൗണിന്റെ നല്ല അടിപൊളി വ്യൂവും കിട്ടും. അതുപോലെ തന്നെ ഭക്തിസാന്ദ്രമായിട്ട് നമുക്ക് വന്ന് അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോവുകയും ചെയ്യാം. അങ്ങനത്തെ ഈ ചാമുണ്ടേശ്വരി ടെമ്പിൾ കണ്ടു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോവാം കേട്ടോ. നല്ല ബിസിയാണ്. ആമീനെ പിടിച്ചോ. ഞങ്ങൾ കാറ് അവിടെ ഇട്ടിട്ട് നമ്മൾ ഹോട്ടൽ എടുത്തെടുത്ത് അവിടെ ഇട്ടിട്ട് ടാക്സിക്കാണ് വന്നത്. നിങ്ങൾ കണ്ടല്ലോ, സോറി ഞാൻ വിട്ടുപോയതാണ്.
ശരിക്കും പറഞ്ഞാൽ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തണം കേട്ടോ. 5 മണിയൊക്കെ ആകുമ്പോൾ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് ഫുള്ളായിട്ട് ഈ ഒരു ബിസിയും എല്ലാ കടകളും ഓപ്പൺ ആയിരിക്കും. നല്ല രസം. ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് 7 മണിയായി. എന്നിരുന്നാലും കുഴപ്പമില്ല, നമ്മുടെ ആ ഒരു ആഗ്രഹം നമ്മൾ സാധിച്ചല്ലോ. നല്ല മുല്ലപ്പൂവിൻ്റെ മണം വരുന്നുണ്ട്, ചോളം പൊരിച്ചതിൻ്റെ മണം വരുന്നുണ്ട് അല്ലേ. പിന്നെ ഉച്ചയ്ക്കൊന്നും വരാതിരിക്കുക. ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കരിഞ്ഞു പോകും അല്ലേ. പശുക്കളല്ലേ, എച്ചപ്പിൻ്റെ പശുക്കൾ. ആ ഇതന്നെ നന്ദി. അതാണ് അതിനെ കാണാനാണ് എല്ലാവരും പോകുന്നത്. ഇതാ ആ ഓക്കെ ഓക്കെ. ഇത് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇതാ ഇവിടുന്ന് കാണാം നമുക്ക്. ഇവിടെ നമ്മളൊരു പാനിപ്പൂരി മേടിച്ചേട്ടാ, കഴിക്കാൻ വേണ്ടി പോവാണേ. അടിയാന്ന് അപ്പനും മോളും. ആയില്ല ഡാഡി ശരിയാക്കി തരും. ഡാഡി കഴിച്ചിട്ട് നല്ലതാണെങ്കിലാണ് ആമിക്ക് തരുന്നത്. എങ്ങനെയുണ്ട്? ആമിക്ക് അധികം ജ്യൂസ് ഒഴിക്കണ്ട കേട്ടാ, ശരി മതി. ഞാൻ കൊടുക്കും, വയലിട്ട് വെച്ചോളൂ. പിടിക്കുന്നുണ്ട് ഞാൻ കൈ കൊണ്ട്. ഇല്ല എന്നാ എന്നെ അവ കൊടുക്കും. വയലിട്ടോ കേട്ടോ. ഒഴിച്ചാലേ ടേസ്റ്റ്. ഒഴിക്കാതെ ഇത് പുളിയാ, അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല. നമ്മൾ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി വണ്ടി നിർത്തിയിട്ടോ. ഇതാട്ടോ നമ്മൾ വന്ന ഓട്ടോ. ചട്ടൻ അടിപൊളിയാ, നല്ല അടിപൊളിയായിട്ട് ഓടിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് കാണാണ്ടാ? നമ്മളിവിടെ ഒരു മൈസൂർ സിൽക്ക് ഫാക്ടറി കാണാൻ വന്നേക്കോട്ടെ. ഇത് ഔട്ട്ലെറ്റ് ആണ്. അപ്പോൾ നമുക്ക് ചെറിയ വിലയ്ക്ക് വേണമെങ്കിൽ പർച്ചേസ് ഒക്കെ ചെയ്യാം. സിൽക്കൊക്കെ മേടിക്കണമെങ്കിലേ, സിൽക്ക് സാരി അങ്ങനത്തെ എന്തെങ്കിലും വേണോ? ഒരു സിൽക്ക് സാരി ആയാലോ? മമ്മിക്ക് ഒരു സിൽക്ക് സാരി വേണോ? നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി അതിൻ്റെ ഫാക്ടറി കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതിലെ ഓപ്പൺ ചെയ്യാം, ഇതിലേ നോക്കാം. ഈ ഇരിക്കുന്നൊക്കെ ഒറിജിനൽ ചന്ദനം കേട്ടോ. ചന്ദനത്തിന് മണം വരുന്നില്ലേ? ഏതാ ചോദിച്ചോക്ക്. അത് ചന്ദനമല്ല കേട്ടോ. 370. ഇത് ഒറിജിനൽ ചന്ദനം അല്ല കേട്ടോ. ഞാൻ ചന്ദനാന്ന് വിചാരിച്ചേ. ചന്ദനത്തിന് ഭയങ്കര മണം വരുന്നില്ലേ? കത്തിച്ച് വെച്ച് നിങ്ങൾക്ക് ചന്ദന സോപ്പ് മാത്രം മതിയോ? സിൽക്കൊന്നും വേണ്ടേ? എനിക്ക് സിൽക്ക് വേണ്ട, മമ്മിക്ക് വേണോ? മമ്മിക്ക് വേണോ ഈ സിൽക്ക്? പിന്നെ കാണിക്കണം. ആ ഇവിടെ വേണം സിൽക്ക്. എന്താ വേണ്ട? സിൽക്ക് വേണോ? ഡയറി മിൽക്ക് അല്ല, സാരി ആട്ടോ. പിന്നെ നമ്മൾ പോകുന്നത് മൈസൂർ പാക്ക് മേടിക്കാൻ. എങ്ങോട്ടാ പോകുന്നത്? ഇത് നമ്മൾ കണ്ടിറങ്ങി കേട്ടോ. ഇതിനകത്ത് സിൽക്ക് നമുക്ക് ആവശ്യമില്ല. നമ്മൾ സോപ്പ് മേടിച്ചു. പിന്നെ കുറേ സാധനങ്ങളുണ്ട്, നമുക്ക് ഇതിന് ആവശ്യമില്ലല്ലോ. മൈസൂർ വന്നിട്ട് എങ്ങനെ മൈസൂർ പാക്ക് തിന്നാതെ പോകുന്നത് അല്ലേ? കഴിക്കാം. ബാക്കി എല്ലായിടത്തും മൈസൂർ പാക്ക് മേടിച്ച് കഴിച്ചിട്ടുണ്ട്, പക്ഷെ മൈസൂർ വന്നിട്ട് കഴിച്ചിട്ടില്ല. അത് കഴിക്കണം. അത് ഇവിടെ നമുക്ക് പല തരത്തിലുള്ള ഉണ്ട് കേട്ടോ. ടേസ്റ്റ് ചെയ്ത് കഴിക്കുക. വേണം ടേസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട വാങ്ങിയാൽ മതി. ഇത് നോർമൽ, ഇത് നമ്മൾ സാധാരണ മേടിക്കുന്ന. ആഹാ, പപ്പയ്ക്ക് കിട്ടിയല്ലോ. കഴിച്ച ഒരു കഷ്ണം കഴിച്ചേ. അത് മൊത്തം പോയി. നമുക്കിവിടെ ഇങ്ങനെ ഇത് ടേസ്റ്റ് ചെയ്യാൻ കിട്ടും കേട്ടോ. ഇത് കൊള്ളാം അല്ലേ? നമുക്ക് എന്തൊക്കെയാ വേണ്ടേ? സെലക്ട് ചെയ്തോ? ഏതൊക്കെയാ വേണ്ടേ? ഓഹോ, ഞാൻ എടുക്കാൻ പോവാണേ. പൈസ കുറച്ച് അധികം ആവും, ഒന്നല്ല സാരമില്ല. എനിക്കിത് ഇഷ്ടപ്പെട്ടെ. എനിക്കിത് ഇഷ്ടപ്പെട്ടു. എന്നാൽ ഇത് രണ്ടും മതിയില്ലേ? അത് രണ്ടും പോരെ? മിക്സഡ് പാക്കിനകത്ത് എല്ലാം ഒരെണ്ണം വെച്ചോളൂ. എല്ലാം അതിന് എത്രയാണെന്ന് എനിക്കറിയാം.
അപ്പോൾ ഇത് നമ്മളിവിടെ മൈസൂർ പാക്ക് എടുത്തു കേട്ടോ. പപ്പ ഇറക്കി എടുത്ത കാണിച്ചേ, ഇറക്കി എടുത്തേ പപ്പ. അപ്പോൾ ഇത് നമ്മൾ ഒരു മിൽക്ക് മൈസൂർ പാക്ക് ഒരു 1/2 കിലോ എടുത്തു. ഇത് ജാഗറിയുടെ മൈസൂർ പാക്ക് എടുത്തു ഒരു 250 ഗ്രാം. ഇനിയിപ്പോൾ ട്രഡീഷണൽ മൈസൂർ പാക്ക് അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒറിജിനൽ സാധനം. അതാണ് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അത് 1/2 കിലോ എടുത്തല്ലേ? അത് 1/2 കിലോ എടുത്തു. ഇത് 250 ഗ്രാം എടുത്തോളൂ. അത് സ്പെഷ്യലാണ് അബിക്ക് മാത്രം. ആമിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആമിയുടെ ടേസ്റ്റിംഗ് ആണ്. ഇതിപ്പോ നമുക്കെല്ലാം വീട്ടുകാർക്കെല്ലാം കൊടുക്കാലോ, ഓരോന്നോരോന്ന് വീതം കൊടുക്കാലോ. അതെ അതെ. ഇവിടെ നല്ല അടിപൊളി രസമലായി രസഗോളി എല്ലാം ഇരിപ്പുണ്ട് കേട്ടോ. ഇത് പറഞ്ഞാൽ ട്രൈ ചെയ്യാം അബി വന്ന് കഴിയുമ്പോൾ. പെർ പീസിന് 80 രൂപയാണ് കേട്ടോ അതിന്. രസമലായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ചായ രസമലായി? അടിപൊളി. അതിൻ്റെ ആ ജ്യൂസിന് ഭയങ്കര ടേസ്റ്റ് കേട്ടോ, ആ പാലിന്. ആമിക്ക് ഇഷ്ടമായിട്ടാ. അതിങ്ങനെ പാലിലിങ്ങനെ അതോടെ ആമി ഡാഡിയുടെ മേടിച്ചിട്ടുണ്ട. അപ്പൊ അത്യാവശ്യം മൈസൂർ പാക്ക് മേടിച്ചിട്ടുണ്ട്. ഇന്നൊരു തിന്നാൻ 1/2 കിലോ മൈസൂർ പാക്ക്. എനിക്ക് തിന്നാനാ? പിന്നെ ചുമ്മാ പറയുന്നതാണ് കേട്ടോ. ഞാനായിരിക്കും തിന്നുന്നത്. എനിക്ക് മൈസൂർ പാക്ക്, മിൽക്ക് മൈസൂർ പാക്ക്, ട്രഡീഷണൽ മൈസൂർ പാക്ക്, പിന്നെ ജാഗറി മൈസൂർ പാക്ക് എല്ലാം മേടിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ കൂടി 1.5 കിലോ മേടിച്ചിട്ടുണ്ട്. അതല്ല, നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കേടായി പോകുന്നൊക്കെ ഉണ്ട്. ഷുഗർ പിടിച്ചാവോ നോക്കാനുണ്ട്. ഷുഗർ പിടിച്ചാവത്തൊന്നുമില്ല എന്തായാലും. അപ്പോൾ ഈ കാണുന്നിടത്തുനിന്നാണ് നമ്മൾ വാങ്ങിയത്. ദി എക്സ്പീരിയൻസ് സ്റ്റോർ. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് മേടിക്കാം. ഇഷ്ടപ്പെട്ടാൽ മേടിച്ചാൽ മതി. നമ്മുടെ ആമിയാണെങ്കിൽ എല്ലാം തിന്നിട്ടുണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിട്ടാണ്. നല്ല ചിക്കൻ, എന്താ അഗർവാൾ ചിക്കനാണ്, ഔറംഗാബാദി ചിക്കൻ, ഔറംഗാബാദി ചിക്കനും പൊറോട്ടയും നിന്നിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ മീട്ടാപ്പാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. മുംബൈയിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമായിരുന്നു. അങ്ങനല്ല, ഒരെണ്ണം എടുത്ത് കഴിക്കുന്നേ. ഇത് ചെറിയ അടക്കം എടുക്കുക, ചെറിയ അടക്കമാണ്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഇപ്പൊ പാനൊക്കെ ചവച്ച് നമ്മളിപ്പോ ഹോട്ടലിലേക്ക് കയറട്ടെ. നാളെ കാണേണ്ട പള്ളി ഒന്നിതാണ്, പിന്നെ പാലസ്, കുറെ സ്ഥലങ്ങളുണ്ട്. അതാ ഞങ്ങള് മധുരപ്പീട അല്ല എന്തതിന്റെ പേര്, പാൻ മസാല കഴിച്ചു. പാൻ മസാല അല്ല, എന്നാ അതിന്റെ പേര്? മീട്ടാപ്പാൻ. ഇത് അടുത്ത ദിവസം തുടങ്ങി കേട്ടോ. ഞങ്ങളിപ്പം റൂമിൽ നിന്ന് ജസ്റ്റ് പുറത്തിറങ്ങി. നമ്മളെ പള്ളി ഇതാ. ഇന്ന് നമുക്ക് ഫസ്റ്റ് അട്രാക്ഷൻ കവർ ചെയ്യേണ്ടത് ഇതാട്ടോ. പള്ളി പോകുന്നതിന് മുന്നേ നമുക്ക് ഫുഡ് കഴിക്കണം. എന്താ പറ്റിയ പെണ്ണിന് രാവിലെ എന്താ അഭ്യാസം? ഞാൻ എടുക്കണോ? ഓക്കെ, ബായോ. ഇത് പിടിക്കാവോ? പെങ്കൊച്ചുങ്ങൾക്ക് ഓരോരോ അഭ്യാസങ്ങളാണ് രാവിലെ. നമ്മുടെ ചർച്ച ഇവിടെ തന്നെയാണ് കേട്ടോ. ആദ്യം പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ചർച്ചിലോട്ട് പോവാം. ഉടുപ്പി ഹോട്ടലിൽ കയറി കേട്ടോ. ഇത് രാവിലെ ഇവിടെ കോലങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. കോലങ്ങല്ല, കോലന്നല്ല, ഇതിനെന്താ പറയാ? വേറെ ഫുഡ് കഴിക്കാം, മസാല ദോശ എല്ലാം കഴിക്കാം. ഇത് നമ്മുടെ മൈസൂർ മസാല ദോശ വന്നു കേട്ടോ. വലിയ വ്യത്യാസമൊന്നുമില്ല, സാധാ മസാല ദോശ തന്നെ അല്ലേ. ആമിക്ക് നമ്മൾ ഇഡ്ഡലി മേടിച്ചു കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ ഇഡ്ഡലി വടയാണ് ടേസ്റ്റ്. സാമ്പാറൊന്നും കുഴപ്പമില്ല. ഈ ഒരു ചർച്ച് അറിയപ്പെടുന്നത് സെന്റ് ജോസഫ് കത്തീഡ്രൽ, അതുപോലെ തന്നെ സെന്റ് ഫിലോമിന ഷ്രൈൻ എന്ന് പറയുന്ന 2 പേരുടെ നാമത്തിലാണ് കേട്ടോ. അവരുടെ 2 പേരുടെയും നെയിം ഇത് സ്റ്റാച്യു ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് സെയിന്റ് ഫിലോമിന. ഞാൻ അടുത്തോട്ട് ചെന്നിട്ട് കാണിച്ചു തരാവേ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ, ചർച്ചിൻ്റെ ഉള്ളിലല്ല, ഇതിലെ കൂടി അതിലേ പോയി ഒരു അണ്ടർഗ്രൗണ്ടിലൂടെ കയറി ഒരു മരിച്ച ഒരു തിരുശേഷിപ്പ് കാണുന്നൊരിതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഉണ്ടോ എന്നറിയാൻ പാടില്ല, ഉണ്ടാവുമായിരിക്കും. ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പോയി കാണണം. ആമിക്കുട്ടി, നമുക്ക് പള്ളിയുടെ ഉള്ളിൽ കയറാം. ആമ ഇവിടെ എത്തിയപ്പോൾ തൊട്ട് പള്ളിയുടെ ഉള്ളിൽ കയറണം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളിത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വണ്ടി എടുത്ത് ഇറങ്ങിയിട്ട് അപ്പോൾ നമ്മൾ പോകുന്നത് ഫസ്റ്റ് നമ്മുടെ മൈസൂർ പാലസിൽ അല്ലേ, നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ കൊട്ടാരം.
മൈസൂർ പാലസിലേക്കാണ്. ഓ, ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ലൈറ്റ് കണ്ടത്. കണ്ട മോളിൽ പോയപ്പം സിനിമ എടുത്തതെന്ന് പറഞ്ഞ സിനിമ എടുത്തല്ല, ആ ഒരു ഇത് കണ്ട, ആ വീല് കറങ്ങുന്നൊക്കെ. ഇവിടെ അത് എക്സിബിഷന്റെ ആ സംവിധാനം അതിനോടനുബന്ധിച്ച് തുടങ്ങിയത്. കണ്ടു. മൈസൂരു, നമ്മ മൈസൂരു. നീ കണ്ടു? പാർക്കിംഗ് എവിടെയാണ് ഉള്ളത് ഇതിന്? ഞാൻ പാർക്കിങ്ങിലോട്ടൊക്കെ ഇട്ടിരിക്കുന്നത്. പാർക്കിങ്ങിലൊക്കെ ഇട്ടേക്കുന്നതല്ലേ. ഇച്ചിരി മുന്നോട്ട് പോയിട്ട് അപ്പൊ ഇനിയിപ്പോ നമുക്ക് നേരെ നമ്മുടെ മൈസൂർ പാലസിലേക്ക്. ഞങ്ങൾ ഓവർ അട്രാക്ഷൻ ഒന്നും കവർ ചെയ്യുന്നില്ല കേട്ടോ. ഞങ്ങൾ വേറെ ആവശ്യത്തിന് വന്നേ. അപ്പൊ അതിനോടനുബന്ധിച്ച് കാണാൻ പറ്റുന്നത് മാത്രം കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകട്ടോ, അല്ലേ? കാണാനാണ് ഒരുപാടുണ്ട്. ഒരു 2 ദിവസം 2-3 ദിവസം നിന്നാൽ മാത്രമേ ഇത് ഫുള്ള് കണ്ടു തീർക്കാൻ റൈറ്റിലോട്ട് പറ്റുള്ളൂ. പോകണം കേട്ടോ. പിന്നെ മൈസൂർ, നമ്മ മൈസൂർ അല്ലേ, നമുക്ക് വീണ്ടും വരാന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പോകും. ഇതെന്താ അത് സ്റ്റാച്യു. സ്റ്റാച്ചു ഒക്കെ മമ്മിയാക്കി വെച്ചേക്കാന്നല്ലോ. അന്നേരം പണിയായിരിക്കും. പണി കഴിഞ്ഞിട്ടില്ല അതിന്റെ അത്. കുതിരവണ്ടിയാണ്. മൈസൂർ കുതിരവണ്ടി ഉണ്ട്. കുതിരവണ്ടി, കാളവണ്ടി, ഇതെല്ലാം ഉണ്ടാകാറുണ്ട്. പണ്ട് ഞാൻ അന്ന് വന്നപ്പോ ഞാൻ നീ കണ്ടുപിടിച്ചോ? പിന്നെ ഇവിടുന്ന് എങ്ങോട്ടടി? ഏതാടി? അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്കാ? ആ ഓട്ടോ പോകുന്നില്ലേ? ഞങ്ങൾ അല്ലി ഉല്ലി പറഞ്ഞ് മടുത്തിട്ടാ. അല്ലി ഉല്ലി ഇല്ലി. അല്ല ഇവ കർണാടക പറഞ്ഞിട്ട് അവസാനം തമിഴ് വരും. മിന്നു ആക്ച്വലി കർണാടക വർക്ക് ചെയ്തു. എന്നിട്ട് മിന്നുവിന് ഞാൻ കുറച്ചെല്ലാം പറയുന്നുണ്ട് ഇപ്പൊ. മമ്മി പറയുന്ന അല്ലി അവരത് മാറിക്കൊണ്ടിരുന്നൊക്കെ മമ്മി പറയുന്നുണ്ട്. ഇത് കസിൻസ് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്കിനി പാലസിൽ കയറുമ്പോ കാണാം. നമ്മള് പാലസിന്റെ പാർക്കിങ്ങിലേക്ക് കയറിട്ടോ. ഇനിയിപ്പോ ഇവിടെ പേയ്മെന്റ് ചെയ്യണം. പേയ്മെന്റ് ചെയ്താൽ മാത്രമേ നമ്മൾ അകത്തോട്ട് കടത്തി വിടുള്ളൂ. അപ്പൊ അതിന് മുന്നേ നമുക്ക് ഫുഡ് വല്ലതും കഴിക്കണ്ടേ? പൈസ കൊടുക്കണം നമ്മൾ ഇതിന്. ഇവിടെ 50 രൂപ കേട്ടോ പാർക്കിങ്. ഫുൾ ഡേ ആണോ? ഫുൾ ഡേ അല്ല, 6:30 ലാസ്റ്റ്. 6:30 നമ്മൾ കാസർഗോഡ്. നമ്മൾ കാർ പാർക്ക് ചെയ്യണം. ഈ ബില്ല് ഡിസ്പ്ലേയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. എങ്ങനെ പാർക്ക് ചെയ്യണം? അങ്ങേ പോകും. അണ്ണാ കൊഞ്ചം തള്ളണ. കൊഞ്ചം അക്കടെ കുക്കുല്ലേ? ഞാൻ ഹിന്ദിയാ പറയുന്നത്, അല്ല തമിഴാ പറയുന്നത്. എനിക്ക് തേങ്ങ അറിയില്ല. 6:30 ലാസ്റ്റ്. തണല് നോക്കി ഇട്. അവിടെ തണലാണ്. വണ്ടി കാണുന്നില്ല നീ? ഓ, ഇതിന്റെ ഇടയില് വഴിയായിരുന്നു. ഇല്ലി ഇല്ലി പാർക്കിംഗ് ഇല്ലേ? അതൊക്കെ ചുമ്മാ ഇട്ടിരിക്കണം. എടുക്കത്തില്ലേ? കറുത്ത കാടിന്റെ അടുത്തേക്ക് ഇടാൻ പറ്റില്ല. അവിടെ ഒരു ചെറിയൊരു മൺതിട്ട പോലെ എന്നാ ഇല്ലി അല്ലി അവിടെ ഇടാ. അതല്ലേ പാർക്കിംഗ്. പാലസിൽ കയറുന്നതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ട് കയറാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് വെജ് താളി ഓർഡർ ചെയ്തിട്ടോ. അതെ, ഒരുപാട് കറിയും അല്ലേ, സാമ്പാറും. എങ്ങനെയുണ്ട് പിന്നെ? എങ്ങനെയുണ്ട്? മെയിൻ ഇഷ്ടപ്പെട്ടോ? മേടിച്ചോളൂ കേട്ടോ. അപ്പൊ കഴിക്കട്ടെ. കുറച്ച് സാമ്പാർ. ഏത് കറി ഒഴിക്കണം ഇപ്പൊ ഡൗട്ടാ. ഇത് പായസം. അത് ഒഴിച്ചോ? അത് ഇളക്കിയോ? സീറോ. അതെ, പാലസിനകത്ത് കയറിയിട്ടാ. നമുക്ക് ഇതിനകത്ത് മൊബൈൽ ക്യാമറ അലൗഡ് ആണ്. ക്യാമറ ഒന്നും അലൗഡ് അല്ല, മീൻസ് വ്ളോഗിങ് ക്യാമറകളൊന്നും. നമ്മളിതിങ്ങനെ കണ്ടുകൊണ്ട് പോകാം കേട്ടോ. അതുകൊണ്ട് ആനയുടെ തല നോക്കി ഒറിജിനൽ പോലെ ഇല്ലേ അല്ലേ? ഇത് സ്റ്റഫ്ഡ് ആയത്. ഒറിജിനൽ പോലെ ഉണ്ട്. ഒറിജിനൽ ആണോന്ന് അറിയത്തില്ല. നമ്മൾ നടന്ന് വലഞ്ഞു കേട്ടോ. ഒരുപാട് നടക്കാനുണ്ടല്ലേ. പക്ഷെ ഇതിങ്ങനെ ഇതൊക്കെ കണ്ട് നമ്മൾ ഫുള്ള് കാണാതെ പോയാൽ അത് നഷ്ടമാ.
ഇവിടം വരെ വന്നിട്ട് ഇനിയിപ്പം അതെ ഇത് പകുതി കണ്ടിട്ട് പകുതി കാണാൻ പിന്നെ വരാൻ പറ്റില്ല. പാലസ് കണ്ടിറങ്ങിയിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ടിപ്പു സുൽത്താൻ എവിടെ ഇരിക്കുന്നത്? ആർക്കറിയാം. ടിപ്പു സുൽത്താനെ കണ്ടിട്ടില്ല. പപ്പയ്ക്ക് അതിന്റെ വിഷമാട്ടോ ടിപ്പു സുൽത്താനെ സമ്മർ പാലസിലാണോ? സമ്മർ പാലസിലായിരിക്കും. ഇൻഫർമേഷൻസ് ഒന്നും കിട്ടുന്നില്ല അതിന്റെ ഉള്ളിൽ. ഇൻഫർമേഷൻ ഒക്കെ കിട്ടുന്നത് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ്. അതുകൊണ്ട് എന്ത് കാര്യമുള്ളത്? കേറുന്നതിന് മുന്നേ അത് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് നോക്കിയിട്ടെങ്കിലും മനസ്സിലാക്കിയത് ഇന്നതാണ്. ഇന്ന സാധനം ഒന്നും എഴുതി വെച്ചിട്ടുമില്ല. ഇനി അടുത്ത എവിടെ നമുക്ക് കാണണ്ടേ? വൃന്ദാവൻ ഇല്ലേ? വൃന്ദാവൻ ഗാർഡൻ. മൈസൂർ വൃന്ദാവൻ. വൃന്ദാവൻ കാണാൻ പറ്റൂല. അപ്പോൾ ഗായ്സ് അങ്ങനെ ഞങ്ങളിത് വൃന്ദാവനൊക്കെ കണ്ട് വന്നു കേട്ടോ. അയ്യോ അടുത്ത് ഒരുപാട് നടന്ന് കാണാനുണ്ട് അല്ലേ? പക്ഷെ പൂക്കളായിട്ടൊന്നും ഇല്ല. പക്ഷെ 100 രൂപയ്ക്കുള്ളതും ഇല്ല. 100 രൂപയ്ക്കൊന്നും ഇല്ല. 100 രൂപ കൊടുക്കണം. എക്സ്ട്രാ ഒരു 100 രൂപ അവരന്മാരുടെ ക്യാമറയ്ക്ക് ഭ്രാന്ത്. ഞാൻ പറഞ്ഞു ഞാൻ ക്യാമറ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ പിന്നെ ഫോണിലെടുത്ത് ഐഫോണിലപ്പോൾ പിന്നെ ക്യാമറ വേണ്ട ആവശ്യമില്ല. അങ്ങനെ പിന്നെ നമ്മുടെ എന്തോ ഇതിന് പാർക്കിങ്ങിന് പേയ്മെന്റ് ഇല്ല. അതും കൂടെ ഉണ്ടെങ്കിൽ നഷ്ടക്കച്ചവടമൊക്കെ വേണം. പക്ഷെ ഇങ്ങോട്ടേക്ക് വരുന്നിടത്ത് നിന്ന് 2 തവണ ഫാസ്റ്റാക്കി കട്ടാക്കി. എൻ്റെ ദൈവം അങ്ങനെ കുറേ ദൂരം ഓടി ഞങ്ങൾ കുശാൽ നഗർ എത്തിയിട്ടാ. കുശാൽ നഗറിൽ നിന്ന് കുശാലായിട്ട് എന്തെങ്കിലും കഴിക്കാന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളിവിടെ വണ്ടി നിർത്തി. എന്നാടേ ആമി? എന്നാ ആമി ഇങ്ങനെ പറ്റിയ ചെരുപ്പ് എന്തിനാ? കൈ പിടിച്ചാൽ പോരാ? അവിടെ പോയി ചെരുപ്പൊന്നും ഉണ്ടെങ്കിൽ വാ. എങ്ങനെയായിരുന്നു യാത്ര? എൻ്റെ അമ്മോ വണ്ടി ഓടിച്ചിട്ട് ബസ്സും ലോറിയും കയറിയിട്ടാ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമുക്ക് പോയി എല്ലാം കഴിക്കാം പാ. അങ്ങനെ ഞങ്ങളുടെ എന്താ പറയുക മൈസൂർ ട്രിപ്പ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വീട്ടിൽ ചെന്നിട്ട് നാളെ രാവിലെ കാണാം അല്ലേ? വീട്ടിൽ ചെന്നിട്ട് അവസാനിപ്പിക്കാം.